കന്നഡയിലൊക്കെ അന്നത്തെ കാലത്ത് ഈ മലയാളത്തിൻ്റെ ആൾക്കാരുടെ അത്രയും സ്റ്റാൻഡേർഡൊന്നും അവർക്കില്ല. കാരണം അവരെ നായകനെ അവർ ദൈവമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഈ നായകൻ ഒരു പെണ്ണിനെ കുത്തിക്കൊല്ലുക എന്നൊക്കെ പറയുന്ന സംഭവം കാണാനായിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇൻ്റർവെല്ലിൽ ആദ്യം കൽപ്പന എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവർക്കത് ഇത് നായകൻ കുത്തിക്കൊന്നു കഴിയുമ്പോൾ പലരും ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അവിടെ അത് സക്സസ് ആയില്ല, ഒക്കെ ഫെയിലിയറായിരുന്നു. ഇവിടെ അത് ഭയങ്കര. പിന്നെ തമിഴിൽ സത്യജ്യോതി ത്യാഗരാജൻ തന്നെ അത് റീമേക്ക് ചെയ്തു. തമിഴിൽ കുഴപ്പമില്ല, അത് ആവറേജായിട്ടുള്ള ഒരുമാതിരി ബെറ്റർ. ശിവകുമാറായിരുന്നു അത് അഭിനയിച്ചത്. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നല്ല ചിത്രം നിറക്കൂട്ട്. ഇന്നും ആൾക്കാർ അതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായത്തോടെയും എന്നാൽ ഏഷ്യാനെറ്റിലൊക്കെ ഇപ്പോഴും പല പ്രാവശ്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം. അങ്ങനെ നിറക്കൂട്ട് ഒരു വളരെ സാഹസികമായ ഒരു രീതിയിലാണ് നിറക്കൂട്ട് ചിത്രീകരിച്ച് റിലീസ് ചെയ്യാൻ സാധിച്ചത്.